ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. നമ്മളെ കസിൻ്റെ വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മാസം ഒന്നാവാനായപ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഇച്ചിരി എത്താൻ വൈകിയിരുന്നു. അതിന് മുമ്പേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ആദ്യം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഹാളിലേക്ക് കയറിയത്. വീട്ടിൽ വെച്ച് തന്നെ ഫങ്ഷൻ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് എവിടെ പോകേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ നല്ല എല്ലാവരും നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നൂട്ടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. പിന്നെ ഫാമിലിയിലുള്ളവർ ഓരോ ഫാമിലി ആയിട്ട് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. പിന്നെ അതിട്ട് നമ്മളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ആൾ വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. നമ്മൾ ഇച്ചുനും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെയൊക്കെ എടുക്കുന്നത്. അവനും എടുത്തുകൊണ്ട് കുറേ നേരം എടുത്തുകൊണ്ട് പോയി. പിന്നെ എടുത്ത് നടക്കാൻ ഫങ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് നടക്കാൻ പറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് എല്ലാവരും വന്ന് സംസാരിച്ചു. വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ആകുമ്പോഴല്ലേ ഓരോരുത്തർ കണ്ട് പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെയായിട്ട് പോയിട്ട് അങ്ങനെ ഇപ്പോൾ ആരും അങ്ങനെ കാണലും എടുക്കലൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും ഫങ്ഷന് വരുമ്പം സംസാരിക്കും കാര്യം. ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടിക്കലല്ലേ. പലതരം ഫുഡ് ഉണ്ടായിരുന്നു. മട്ടൻ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. എനിക്ക് മട്ടൺ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി എടുത്ത് ഞാനും സോദയും സെയിനും പിന്നെ ചച്ചു എല്ലാവരും കൂടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഉപ്പായും എല്ലാവരും ഉമ്മായും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടെല്ലാം സംസാരിച്ചിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഇക്കാൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വന്നത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്ക് പോയായിരുന്നു. ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അവരൊക്കെ വന്ന ശേഷം പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷമാണ് ഹാളിലേക്ക് വന്നത്. പ്രോഗ്രാം നടക്കുന്നത് അവിടെ നിന്നിട്ട് എല്ലാവരും ഫുഡ് അടിച്ച് എന്നിട്ട് എല്ലാവരും കൂടെ പിന്നെ ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് ചെറുക്കൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളും കേക്ക് കട്ടിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ചെയ്തത് ആൾ തന്നെ അറിഞ്ഞില്ലായിരുന്നു. കേക്ക് കണ്ടപ്പോഴാണ്. പിന്നെ അവസാനം അവർ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പെണ്ണിനെയും ചെക്കനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ